ഇതിപ്പോൾ ആരാ വിളിക്കുന്നത്? കസ്റ്റമർ കെയർ. ആര് വിളിച്ചില്ലെങ്കിലും കറക്റ്റ് ടൈമിൽ ഇവർ വിളിക്കും. സത്യം. അല്ലടാ റാഷിദ് എവിടെ പോയി? 6 മണിയല്ലോ ഇന്ന് വിളിച്ചത്. വിളിച്ചോട്ടെ. അത് വരുന്ന ഇതെവിടെ ആയിരുന്നടാ? ഒന്നും പറയണ്ടോ, പീഡ കൂട്ടാൻ നേരത്തെ ഓരോ ചെങ്ങന്മാര് കയറി വന്നു. പീടിയേ അല്ല, ഓഫീസ്. എടാ നമ്മളിവിടെ ദിവസവും വന്നിരിക്കുന്നുണ്ട്. പക്ഷെ ഈ പണിക്ക് പോവുക, ഇവിടെ വരിക, കുറെ കഥ പറയുക, വീട്ടിൽ പോവുക, ഇതല്ലാണ്ട് എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ഒരു കാര്യം ചെയ്യും നമ്മൾ. അത് മാത്രല്ല നാട്ടുകാർക്ക് നമ്മുടെ ഒരു വിലയില്ല. അതിപ്പം നമ്മൾ എന്ത് ചെയ്താലും അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. ഓരെ മാറ്റാൻ വേണ്ടിയല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ. എന്താ ഉദ്ദേശിക്കുന്നത്? അതിപ്പോ എന്താന്ന് വെച്ചാല് ഞാനൊരു കഥ ഇതുണ്ട്, അതാകുമ്പോ ഒരു ഷോർട്ട് ഫിലിം ആക്കിയാലോ. അയ്യോ, എന്താടാ കഥ? കഥ ആകെ പറഞ്ഞുതരാം, നിങ്ങളുടെ കൂടെ നിൽക്കും. അതെന്ത് ചോദ്യടാ, സെറ്റാണ് അല്ലേ? പിന്നെ അല്ല, എന്നാല് നമുക്ക് നാളെ ഒരു സ്ഥലം വരെ പോവാണ്ട്. എവിടെ? നമ്മളെ ലൊക്കേഷനിലേക്ക്. എവിടേക്ക്? ഹലോ, ഇപ്പോഴോ? എൻ്റെ കയ്യിൽ വണ്ടിയൊന്നുമില്ല, ഞാൻ ഒരു കുന്നിനെ പോകலாம். ഒരു മിനിറ്റ്. റോബിനെ, എൻ്റെ വണ്ടി ഒന്ന് തരുമോ? വണ്ടി ബോസിൻ്റെ ആണ്, അത്യാവശ്യം എടുത്തോ. ഹലോ, ഇപ്പോൾ വരാം കേട്ടോ. നിങ്ങളെ ഒക്കെ ഒന്ന് റെഡി ആയി നിൽക്കട്ടോ, ഞാൻ ഒന്ന് പോയി തരാം. ഈയടെ പോവാ? ഷോപ്പരെ റോബിനെ മാട്ടോ ചാവി എവിടെ പോയി? എവിടെ ചാവി? ഇവല്ലേ? പെട്ടെന്ന് പറഞ്ഞേ, ഒക്കെ റെഡി ആക്കി വെച്ചോ. പോലീസ് തന്നെയല്ലടാ വരുന്നത്. ഇയാൾ സസ്പെൻഷൻ ഇല്ലേ? അങ്ങോട്ടാണല്ലോ വരുന്നത്. എന്താണ് പരിപാടി? ഒന്നുമില്ല സാറേ, ഞങ്ങൾ വെറുതെ. എന്ത് വെറുതെ? വേറെ പണിയൊന്നുമില്ല നിങ്ങൾക്ക്? ഇവിടെ വന്നിരിക്കുന്നവരൊന്ന് നിങ്ങളെപ്പോലെ ഓരോ ചെക്കന്മാരാ ഓരോ വണ്ടിമേലേ നടക്കുന്നത്. അയ്യോ സാറേ, ഞങ്ങളങ്ങനത്തെ ചെക്കന്മാരൊന്നുമല്ല. അതൊക്കെ എനിക്കറിയാം. നിങ്ങളെപ്പോലെ ഒരുപാട് ചെക്കന്മാരെ ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് ഓവർ ഡയറടിക്കാതെ വിട്ടോ. പോലീസുകാർക്ക് പണി ഉണ്ടാക്കാനായിട്ട് ഓരോരുത്തന്മാരെ ഇറങ്ങിക്കോളും.
അവരെത്തിയല്ലോ. എന്തായി കൊടുത്തോ? ഓ കൊടുത്തു പൈസേൻ്റെ ഒന്നും പറഞ്ഞില്ല. നമ്മൾ കറക്റ്റ് സമയത്തല്ലേ കൊടുത്തേ. എന്നാ പോയില്ലേ? പോവാ വാ. ഹെൽമെറ്റ് ഇട്ടോ. എടുത്തോ. എടാ എൻ്റെ പഴയ ഫോണില്ലേ? അല്ല എന്നെ ആ ആ നാളെ തരണേ. അങ്ങനെ പെട്ടെന്ന് അതെന്താ? തരാൻ പറ്റൂല. നാളെ തന്നാ മതി. ഹലോ ഹലോ, അതെ. ആരായിരുന്നു? ഹലോ, ഇത് ABM ഹോസ്പിറ്റലിൽ നിന്നാണ്. ആ. നിങ്ങൾ രാഹുലിന്റെ ആരെങ്കിലും ആണോ? ഞാൻ അവന്റെ ഫ്രണ്ട് ആയിരുന്നു. രാഹുലിന് ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഒന്നും ഇവിടെ വരാം. ഇപ്പൊ എന്നിട്ട് ഓൻ എടാ. പറഞ്ഞു, എടാ എന്താ പറയാ? രാഹുൽ എന്തോ പറ്റിയെന്ന്. രാഹുലിനോ? സർ, വരൂ. ഞങ്ങൾ രാഹുലിൻ്റെ ഫ്രണ്ട്സാണ്. ഓ, ആക്സിഡൻറ്റ് കേസാണല്ലേ, ഇരിക്കൂ. സാറേ അവന് കാര്യമായിട്ട് എന്തെങ്കിലും? ഇപ്പോൾ പേടിക്കാനൊന്നുമില്ല. കൈക്കൊരു ഇഞ്ചുറി ഉണ്ട്, പിന്നെ തലയ്ക്കൊരു ക്ലോട്ടും. എന്തായാലും ഒരു സർജറി വേണ്ടി വരും. സർ, ഓപ്പറേഷന് വലിയ എക്സ്പെൻസ് ആവുമോ? സർജറിക്ക് ഏതാണ്ട് 1 ലക്ഷത്തിനടുത്താവും. നിങ്ങളൊരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് ആ ഫോർമാലിറ്റീസ് ഒന്ന് ക്ലിയർ ചെയ്യും. ഞങ്ങൾ എന്തായാലും പെട്ടെന്ന് ക്യാഷ് അടയ്ക്കാം. ശരിയെന്നാ. ഓക്കെ സർ. അല്ലടോ, ഇത്രയും പൈസ ഇപ്പം നമ്മളായിരുന്നു നോക്കിക്കുക. എന്തായാലും എൻ്റെ അമ്മേൻ്റെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ടാവില്ല. പൈസ ഇടുന്നെങ്കിൽ ഇപ്പോൾ കടം വാങ്ങിയിട്ട് അടയ്ക്കാം. പിന്നെ കൊടുക്കുന്നതല്ലേ, അതപ്പം നോക്കാം. ആ അതാ നല്ലേ. എന്തായാലും ഓപ്പറേഷൻ ഇപ്പം നടത്തിയല്ലേ പറ്റൂ. വിഷ്ണു, പൈസ ആരാന്ന്? പൈസ നമ്മുടെ വിവേകിൻ്റെ ഒരു കുടുംബക്കാരനാ, ആ. വലിയ പൈസക്കാരനാ. എന്തായാലും ഓപ്പറേഷൻ നടന്നല്ലോ. ആ അവിടെ പൈസ എപ്പോഴാണ് തിരിച്ചു കൊടുക്കണ്ടേ? പൈസ ഒരു 2-3 മാസത്തിനുള്ളിൽ കൊടുത്താൽ മതി എന്നാ പറഞ്ഞേ. പക്ഷെ എങ്ങനെയാ അപ്പോൾ കൊടുക്കുക? ഒരു വഴിയുണ്ട്. നമുക്ക് ആ ഷോർട്ട് ഫിലിം കംപ്ലീറ്റ് ചെയ്താലോ? രാഹുൽ അതെയോ? രാഹുലില്ലാണ്ട് ഈ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടില്ല. പക്ഷെ ആ കടം വീട്ടണമെങ്കിൽ നമ്മൾ സാലറിയിൽ നിന്ന് കിട്ടുന്നത് മാത്രം മതിയാവില്ല. ഈ ഷോർട്ട് ഫിലിമിൽ നിന്ന് എന്തെങ്കിലും ക്യാഷ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ കടവും വീട്ടാം. പിന്നെ അവൻ്റെ ഒരു സ്വപ്നമല്ലാടെ ഈ ഷോർട്ട് ഫിലിം. അത് ശരിയടാ, നമുക്ക് എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഒരു ദിവസത്തെ ഷൂട്ടും കൂടിയല്ലേ ബാക്കിയുള്ളൂ. എന്നാ പിന്നെ നാളെ തന്നെ നോക്കിയാലോ? ആ നാളെ തന്നെ നോക്കാം. ചേക്കൻ വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചിട്ടുണ്ടാവും. ആ, ഇതാ ചെക്കൻ്റെ ഫ്രണ്ട്സാട്ടോ. ഇവരോ? ഒരു ദിവസം ആ ചാത്തകുന്നിന്റെ മുകളിലേക്ക് പോകുന്ന കാണാലോ. എന്നാ പിന്നെ അതന്നെ സംഭവം. ആ ആരൊക്കെയാണ്? ആരൊക്കെയാണ്? 2-3 ദിവസമായില്ല കണ്ടിട്ട്. കുറച്ച് ദിവസം ബിസി ആയി പോയടാ. എൻ്റെ അമ്മയോട് പോയി. പണിക്ക് പോടാ. ആ അത് പറഞ്ഞപ്പോഴാ അമ്മ ഇടുന്ന കുറച്ച് പൈസ ഇട്ടെന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ആവശ്യമില്ലടാ, അമ്മേനെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട.
അപ്പോൾ പിന്നെ അങ്ങനെ കൊടുക്കും. അതൊന്നും ഓർത്ത് ഈ ടെൻഷൻ അടിക്കണ്ട. ആ പൈസ മുഴുവൻ മൂപ്പർക്ക് തിരിച്ചു കൊടുത്തിട്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ പൊളിച്ചടാ. താങ്ക് യു. അതൊന്നും വേണ്ട. ഒന്ന് ചേട്ടാ എങ്ങോട്ടാ എല്ലാവരും കൂടി? ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നായിരുന്നു. ആ ആക്സിഡൻ്റ് ആയ പയ്യനാണോ? ആ സാറിന് എങ്ങനെ അറിയാം? ആ പയ്യനെ കൺസൾട്ട് ചെയ്ത ഡോക്ടർ രാകേഷ് എൻ്റെ ഫ്രണ്ടാണ്. അവൻ എന്നോട് നിങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞിരുന്നു. നിങ്ങളിങ്ങനെ അവിടെ ഇവിടെയും കൂടിയിരിക്കുന്നു കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളും. എല്ലാവരും ഒരേ കണ്ണിലൂടെ കാണരുത് സാറേ. പലരുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം ജീവിതം തന്നെ തകർന്ന കുറേ ചെക്കന്മാരുണ്ട് ഇവിടെ. ഒന്നിനുമില്ലാത്തവരെ കുറ്റപ്പെടുത്തുമ്പോൾ ഇല്ലാതാവുന്നത് അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും കൂടിയാണ്. കുറച്ച് ചെക്കന്മാർ കൂടിയിട്ട് നിങ്ങളൊക്കെ മനസ്സിലുണ്ടാകുന്ന ഈ ചോർച്ചിലുണ്ടല്ലോ. തോറ്റടാ വെട്ടേക്ക്. ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.